ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോകൾ കാണിക്കാം. മൈത്രേൻ്റെ കുറച്ച് വീഡിയോകളാണ്, കുറച്ച് ഷോർട്സ്. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് എന്നാണെന്നറിയാവോ? ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദുർബലർക്കുള്ള ഒരു ഇമോഷണൽ സ്ലേവറിയാണ്. മനസ്സിലായോ? അതായത് പാവത്തങ്ങൾ പോയി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആത്മസുഖം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ആളുകൾ ദൈവത്തിലോ അമ്പലത്തിലോ ഒക്കെ പോകുന്നത് ഈ പറയുന്ന മാനസികമായ ഒരു ആവശ്യം അതിനകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഞാനിപ്പോൾ ആരെങ്കിലും അമ്പലത്തിലും പള്ളിയിലും പോകണ്ടെന്ന് ഞാൻ പറയത്തില്ല. അവിടെ പോയി കരയുന്ന ഇത്രയുള്ളതെന്ന് എനിക്കറിയാം. നമ്മൾ തെറാപ്പി എന്നുള്ള നിലവാരത്തിൽ പറയുമ്പം എഴുതി മനസ്സിൽ നിന്ന് എഴുതി മാറ്റാൻ ആവശ്യപ്പെടും. ഞാൻ നമുക്ക് വരുന്ന ദുഃഖവും വിഷമവും ഒക്കെ നമ്മളൊരു പേപ്പറിനകത്ത് എഴുതുക എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. ആ എഴുതി മാറ്റുന്നതിന് പകരമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അപ്പത്തൊരു ശക്തിയുണ്ട്, അത് ഇത് പരിഹരിച്ച് തരുമെന്നുള്ള വിശ്വാസം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സമാധാനം തോന്നും. ഞാൻ എല്ലാം അവിടെ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. മീൻ കറി വയ്ക്കുന്നിടത്തൊന്നും ആരും പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷെ ഉപ്പിട്ട് കൂടി പോയാ അപ്പൊ നിസ്സഹായത തോന്നുന്ന സമയങ്ങളിൽ മാത്രമാണ് ഈ വിളികളെല്ലാം. ദാരിദ്ര്യം നല്ല മൂത്ത് നിൽക്കുന്നിടത്ത് കൂടുതൽ ദൈവവിശ്വാസം ഉണ്ടാകും. വലിയ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ദൈവവിശ്വാസം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകത്തേ ഇല്ല. ഇതൊക്കെ ദുർബലർക്കുള്ള ചെറിയ ടെക്നിക്കുകളാണ്, അല്ലെങ്കിൽ ചെറിയ മരുന്നുകളാണ് ഈ അമ്പലങ്ങളും പള്ളിയും അല്ലെങ്കിൽ ദൈവവിശ്വാസവും എന്നൊക്കെയാണ് ഈ മൈത്രൻ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും ഇത് ശരിയാണോ? മറ്റു മതങ്ങളെയൊക്കെ ഞാൻ മാറ്റി നിർത്തുവാണ്. അതുകൊണ്ട് ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് പറയാം. ക്രിസ്തുമതം അല്ലെങ്കിൽ ദൈവവിശ്വാസം ദുർബലർക്കുള്ള ഒരു ഇമോഷണൽ സ്ലേവറിയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ആത്മസുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പേടി മാറാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തെറ്റി, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇവിടെ തെറ്റി. സുവിശേഷം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആരെങ്കിലും വിശ്വസിച്ചാൽ ബൈബിൾ അത്ര എളുപ്പമുള്ള ഒരു ജീവിത യാത്ര എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. പകരം അത് വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ, സഹനങ്ങൾ ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നത്. യാക്കോബ് 1:2, 1 പത്രോസ് 1:6 ഒക്കെ നമ്മളൊന്ന് വായിക്കണം. യേശു തൻ്റെ അനുയായികളോട്, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതൽ ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്, ക്രിസ്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈശോ തൻ്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: എന്നെ പിന്തുടരാനുള്ള ഒരേ ഒരു അടിസ്ഥാന കാര്യം ഒരുവൻ തൻ്റെ സ്വന്തം കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാനാണ്. അതായത് കുരിശ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സ്വന്തം സഹനങ്ങൾ, സ്വന്തം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്തുവിൻ്റെ ധാർമ്മികതയുടെ മഹത്വം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചരിച്ചു കഴിഞ്ഞു, വ്യഭിചാരം കൊലക്കുറ്റത്തിന് സമമാണെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് ക്രിസ്തുവിൻ്റെ ധാർമ്മികത, ഇതാണ് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ. ഈശോ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ കണ്ണ് പാപത്തിന് ഹേതുവാകുമെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്ന് കളഞ്ഞിട്ട് ഒറ്റ കണ്ണോടുകൂടി നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലതെന്ന്. ഈശോ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാൾ എന്ത് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് നിയമവും പ്രവാചകനുമെന്ന്. അപ്പോൾ ഈ ബൈബിളിലെ പല ഉപദേശങ്ങളും അല്ലെങ്കിൽ വചനങ്ങളും ഒക്കെ സ്വാഭാവികമായും നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതോ എളുപ്പമുള്ളതോ ഒന്നും അല്ല. ക്രിസ്ത്യാനികൾക്ക് പുതിയൊരു സ്നേഹത്തിൻ്റെ രീതിയിൽ ജീവിക്കാനും പാപപരമായ ആഗ്രഹങ്ങളെ ആനന്ദിപ്പിക്കാതിരിക്കാനും നമ്മെ എപ്പോഴും നിർബന്ധിക്കുന്നു ഈ വചനങ്ങൾ. ഇത് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് സാറേ. ഈ ക്രൈസ്തവ ധാർമ്മികത മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ ഈസി ഗോയിങ് ലൈഫൊന്നുമല്ല. ഏത് രീതിയിലും കുത്തഴിഞ്ഞ് ജീവിക്കാനുള്ള അവകാശങ്ങൾ തരുന്നത് നിരീശ്വരവാദമാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റും. സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം സ്വാർത്ഥതയൊക്കെ മാറ്റി വയ്ക്കുവാൻ പറയുമ്പോൾ അവിടെയാണ് ശരിക്കും നട്ടലിൽ വേണ്ടത് സാറേ. അല്ലാതെ എങ്ങനെയും എൻ്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു തീർക്കും, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും എന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് ഇമോഷണലി നിങ്ങളാണ് നിങ്ങളുടെ ആത്മാവിനോട് അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നത്. ഇവിടെ തീർന്നില്ല. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സാറ് കാണുന്നുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ഈ നിരീശ്വരവാദിൻ്റെ ധാർമ്മികതയിൽ നിന്ന് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനൊക്കെ സാറിന് പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പന നിരീശ്വരവാദത്തിൽ നിന്ന് ഉണ്ടാകുമോ? അപ്പോൾ ഇമോഷണൽ സ്ലേവറി മുതലെടുപ്പൊക്കെ നടക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ, അത് എത്ര അധാർമികമാണെങ്കിലും ആ ഇഷ്ടങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നത് നിരീശ്വരവാദമാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ധാർമ്മികതയല്ല. അത് നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത് വലിയ ചലഞ്ചസ് ആണ്. അത് നട്ടലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സാറിനെ അനുഗ്രഹിക്കും.